ഉയിരിലലിയാൻ. രചനാ സംഭാഷണം രുദ്രപ്രിയ. പച്ചദാവണിയും മഞ്ഞ ബ്ലൗസുമാണ് കൺമണിയുടെ വേഷം. മുടി തോർത്തുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. കണ്ണിൽ മഷി കട്ടിക്ക് വരച്ചിട്ടുണ്ട്. നെറുകിൽ സിന്ദൂരം തൊട്ടിട്ടില്ല. ഇതെന്താ മോളെ നെറ്റിയിൽ സിന്ദൂരം തൊടാത്തത്? അതിനവൾ മറുപടി പറഞ്ഞില്ല. കണ്ണേ. പത്മം അങ്ങനെ വിളിച്ചപ്പോൾ ഏങ്ങലോടെ അവരുടെ മാറിലേക്ക് ഓടി വീണു കൺമണി. വീൽചെയറിൽ നിന്നും പിന്നിലേക്ക് ആഞ്ഞുപോയി. ഇത്തിരി നേരം അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോൾ അല്പം സമാധാനം കിട്ടി അവൾക്ക്. എന്തിനാ മോള് കരഞ്ഞത്? അമ്മ അമ്മ ഇങ്ങനെയാ വിളിക്കുന്നേ. പെട്ടെന്ന് അമ്മയെ ഓർത്തപ്പോൾ സങ്കടം വന്നു. അമ്മ ഒറ്റയ്ക്കാ, ആരുമില്ല. അതെന്താ, ഞങ്ങളൊക്കെ ഇല്ലേ അമ്മയ്ക്കും മോൾക്കും? പിന്നെ ഇന്നലെ കുട്ടൻ മോളോട് എന്തെങ്കിലും ചോദിച്ചോ? പത്മം ആകാംക്ഷയോടെ ചോദിക്കുമ്പോൾ അതിന് കൺമണി കൂർപ്പിച്ചൊരു നോട്ടം മറുപടി കൊടുത്തു. അപ്പോഴേക്കും കാശി താഴേക്ക് ഇറങ്ങി വന്നു. പത്മത്തിന് അവരുടെ ആ നോട്ടം കണ്ടപ്പോൾ ചിരി പൊട്ടി. രാഗിണി, കുട്ടനുള്ള ആഹാരം എടുത്തു കൊടുക്ക്. ശേഖരൻ പത്മത്തെ നോക്കി. മോളും കൂടി ഇരുന്ന് കഴിക്ക്. എന്നിട്ട് വേഗം പോയി ഡ്രസ്സ് മാറി വാ. നിങ്ങൾക്ക് ഉടുത്തു മാറാനൊന്നും ഇവിടെ വാങ്ങി വെച്ചിട്ടില്ല. അതുകൊണ്ട് വല്ലതും കഴിച്ച് രണ്ടുപേരും പോയി ഡ്രസ്സ് വാങ്ങി വാ. കാശിയെ നോക്കിയാണ് പത്മം അത് പറഞ്ഞത്. കാശി കണ്ണുരുട്ടി കൺമണിയെ നോക്കി. എന്നാൽ അവളത് കണ്ട ഭാവം പോലും കാണിക്കാതെ ഭക്ഷണം കഴിച്ചു. 2 ഇഡ്ഡലി മാത്രമാണ് അവൾ കഴിച്ചത്. കഴിപ്പ് മതിയാക്കി പ്ലേറ്റ് എടുത്തുകൊണ്ട് എഴുന്നേറ്റപ്പോൾ പത്മം അവളുടെ കയ്യിൽ പിടിച്ചിരുത്തി. ഇതെന്താ, കഴിച്ചു കഴിഞ്ഞോ? എനിക്ക് മതി. ഇങ്ങനെയൊന്നും കഴിച്ചാൽ പോരാ, നന്നായി ഭക്ഷണം കഴിക്കണം. പത്മം പറയുമ്പോൾ പെണ്ണ് മുഖം കൂർപ്പിച്ചു. അത് വ്യക്തമായി കാശി കണ്ടു. അവനൊന്ന് പുച്ഛിച്ചു. കൺമണിയെ നോക്കി. മോൾ പോയി വേഗം റെഡിയായി വാ. കഴിച്ച പാത്രം കഴുകി മാറ്റിവെച്ച് അവൾ നേരെ റൂമിലേക്ക് പോയി. എല്ലാം മുണ്ടും നേരിയതും ധാവണിയും ഒക്കെയേ ഉള്ളൂ. ഇതും ഉടുത്തുകൊണ്ട് ആളിൻ്റെ കൂടെ പോയാൽ ഇഷ്ടാവുമോ? കൺമണിക്ക് വല്ലാത്ത വിഷമം തോന്നി. പിന്നെ ഒന്നും നോക്കിയില്ല. അമ്മ കൊടുത്തതിൽ നിന്നും ഒരു ചുവന്നകര മുണ്ടും നേരിയതും എടുത്തു. അത് വൃത്തിയായി ഞൊറിഞ്ഞുകൊടുത്തു. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്കി. കണ്ണിൽ കുറച്ചുകൂടി കൺമഷി ഇട്ട് കറുപ്പിച്ചു. കയ്യിൽ ഓരോ വളയും കൂടി എടുത്തിട്ടു. താഴേക്ക് വരുമ്പോൾ തങ്കവും ഇത്രയും വൈശാഖം കഴിക്കാനിരിപ്പുണ്ട്. കൺമണി ഒരുങ്ങി ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ അമ്മയുടെയും മോളുടെയും കണ്ണ് തള്ളി. അത്രയും ഭംഗിയായിരുന്നു അവൾക്ക്. അത് കണ്ടപ്പോൾ അസൂയ അടക്കാൻ കഴിഞ്ഞില്ല. നീ എന്താ അമ്പലത്തിൽ പോകുന്നു? കൺമണിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മിത്ര ചോദിച്ചു. കൺമണിക്ക് മനസ്സിലായി അവളുടെ വേഷം കണ്ട് കളിയാക്കിയതാണെന്ന്. പെട്ടെന്ന് കേട്ടപ്പോൾ വിഷമം തോന്നി. എങ്കിലും അവൾ വേദന മറച്ചു പിടിച്ച് അമ്മയെ നോക്കി. വേറെ ഡ്രസ്സൊന്നുമില്ലേ കൊച്ചേ? വേണമെങ്കിൽ മിത്രയുടെ 1-2 പഴയ ജോഡി ചുരിദാർ ഇരിപ്പുണ്ട്. ആദ്യമായി കാശിയുടെ കൂടെ പുറത്തു പോകുകയല്ലേ, ഇത്തിരി മെനക്ക് പൊയ്ക്കോ. പുച്ഛം കലർത്തിയുള്ള അവരുടെ പറച്ചിൽ കേട്ടപ്പോൾ ഇപ്പോൾ കരയുമെന്ന് തോന്നി കൺമണിക്ക്. നിവൃത്തിയില്ലാത്തടത്തുനിന്ന് ഇപ്പോൾ വെപ്രാളപ്പെട്ടൊരു കല്യാണം വേണമായിരുന്നു നാത്തൂനെ. ദേ തങ്കം, നീ നിന്റെ മോളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. കുന്നത്ത് കാശിനാഥൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിൻ്റെ ആസ്തി ഇളക്കാൻ നീ നിൽക്കേണ്ട ആവശ്യമില്ല. കാശിക്കുള്ളതെല്ലാം അവൻ്റെ പെണ്ണിനും കൂടിയുള്ളത് തന്നെയാണ്. കൺമണി, നിനക്ക് ഈ വീട്ടിൽ നിന്റെ ഭർത്താവിന് മാത്രം അനുസരിക്കേണ്ട കാര്യമേ ഉള്ളൂ. അതിന് താഴെയുള്ള ഈ എന്നെ പോലും അനുസരിക്കണമെന്ന് ഞാൻ പറയില്ല. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ കരയാൻ മുട്ടി നിൽക്കുന്ന ഈ സ്വഭാവം അങ്ങ് മാറ്റിക്കൊള്ളണം. കേട്ടല്ലോ? കൺമണിയോട് അത്രയും തറപ്പിച്ച് പറഞ്ഞ് പത്മം തങ്കത്തിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഓ, നാത്തൂൻ്റെ ഒരു ഉപദേശത്തിൻ്റെ കുറവ് കൂടിയേ ബാക്കിയുള്ളൂ. ഇനിയിപ്പോൾ മരുമകളുടെ ഭരണമായിരിക്കും ഇവിടെ. ഞങ്ങളത് കാണാൻ എന്തായാലും നിൽക്കുന്നില്ല. ഉച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങും. അത്രയും പറഞ്ഞുകൊണ്ട് അമ്മയും മകളും കൂടി ചവിട്ടി കുലുക്കി അകത്തേക്ക് പോയി. സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന കാശി താഴെ നടക്കുന്ന സംസാരമൊക്കെ കേട്ട ലക്ഷണമാണ്. അവൻ്റെ മുഖം അത്രയ്ക്ക് ദേഷ്യത്തിലാണ്. കേൾക്കാനുള്ളതൊക്കെ കേട്ട് കഴിഞ്ഞെങ്കിൽ ഭവതി വന്നാലും പോകാം. ആരെന്തു പറഞ്ഞാലും കേട്ടുകൊണ്ട് സർവം സഹായിയായി നിൽക്കുന്നതൊക്കെ സിനിമയിലും സീരിയലിലെ നായികമാരാണ്. ഇപ്പോൾ ആരോടും അതൊന്നും ചെലവാവില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സ്വഭാവം മനസ്സിലാക്കി പെരുമാറാൻ നിൽക്കണം. അത്രയും പറഞ്ഞുകൊണ്ട് കാറിൻ്റെ താക്കോലും എടുത്ത് കാശി പുറത്തേക്ക് നടന്നു. മടിച്ചു നിന്ന കൺമണിയുടെ നേർക്ക് പത്മം കണ്ണു കാണിച്ചു. അവൾ വേഗം നടന്ന് കാറിൽ കയറി. കാർ മുന്നോട്ടെടുക്കുമ്പോൾ കാശി അവളെ മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൽ അവൾക്ക് വിഷമം തോന്നിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. മെയിൻ റോഡ് കയറാൻ നേരം അവൻ കാർ സൈഡിലേക്ക് ഒതുക്കി. സീൽബെറ്റ് ഇടുന്നില്ലേ? കൺമണിയെ നോക്കുക പോലും ചെയ്യാതെയുള്ള കാശിയുടെ ചോദ്യം കേട്ടപ്പോൾ കൺമണി അവനെയൊന്ന് നോക്കി. അവൾ കണ്ണും വിഴിഞ്ഞിരുന്നു. കാശി കണ്ണടച്ച് ദേഷ്യം നിയന്ത്രിച്ചു. മുന്നിലേക്കാഞ്ഞ് അവളുടെ ഇടത് സൈഡിൽ നിന്നും
സീറ്റ് ബെൽറ്റ് എടുത്ത് ഇട്ട് കൊടുത്തു. അവൻ അകന്നു മാറും വരെ കൺമണി ശ്വാസം വിടാൻ പോലും മറന്നിരുന്നു പോയി. അവൻ്റെ നിശ്വാസം അവളിൽ തങ്ങി നിന്നിരുന്നു. കാർ മുന്നോട്ട് പോകുമ്പോൾ അവൾ അതേ ഇരിപ്പുറപ്പിരുന്നു. ടെക്സ്റ്റൈൽസിൻ്റെ മുന്നിൽ കാർ നിർത്തി അവൻ മുന്നേ നടന്നു. പിന്നിൽ മടിച്ച് മടിച്ച് കൺമണിയും. കാശി ചുരിദാർ സെക്ഷനിൽ ചെന്ന് നിന്ന് കൺമണിയെ നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓരോ ഡ്രസ്സിലും തലോടി നിൽക്കുകയാണ്. മുന്നിൽ നിൽക്കുന്ന സെയിൽസ് ഗേളിനോട് ഏതോ ഡ്രസ്സ് എടുക്കാൻ പറയാനായി കാശി നോക്കുമ്പോൾ ആ കുട്ടിയുടെ നോട്ടം മറ്റെങ്ങോ ആണ്. അവളുടെ നോട്ടം പോയ ദിക്കിലേക്ക് നോക്കുമ്പോൾ അവിടെ പിന്തിരിഞ്ഞു നിൽക്കുന്ന കൺമണിയെ കാശി ശ്രദ്ധിച്ചു. നിതംബം മറിഞ്ഞു കിടക്കുന്ന മുടി മെടഞ്ഞ റെഡ് ബണ്ണിട്ടിരിക്കുന്നു. നോക്കൂ സൂസൻ, ആ കുട്ടിയെ കാണാൻ എന്തൊരു ഭംഗി! അമ്പലത്തിൽ ഭഗവതി നേരിട്ട് ഇറങ്ങി വന്നൊന്ന് ചോദിക്കില്ലേ, അസൽ അതുപോലെയുണ്ടല്ലേ? കാശി അത് വ്യക്തമായി കേട്ടു. എന്നാൽ ആ ഫ്ലോറിൽ കൺമണിക്കടുത്തായി ഉണ്ടായിരുന്ന പെഡസ്ട്രിയൽ ഫാനിൻ്റെ കാറ്റേറ്റ് അവളുടെ വയറുഭാഗത്തു നിന്നും സാരി മാറി അവിടം വെളിവാകുന്നത് നോക്കി നിൽക്കുന്ന 2 ചെറുപ്പക്കാരിലായിരുന്നു അവൻ്റെ നോട്ടം. കാല് വലിച്ചു നീട്ടി അവൾക്ക് മുന്നിലായി നിന്നു അവരുടെ കാഴ്ചയെ മറച്ചു. ഇടുപ്പിലെ മാറിക്കിടന്ന സാരി വലിച്ച് നേരെയാക്കി കത്തുന്ന നോട്ടം നോക്കി. മര്യാദയ്ക്ക് ഇതൊക്കെ മറച്ചു വെച്ച് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ലെങ്കിൽ മേലിൽ ഇതൊന്നും വാരി ചുറ്റരുത്. അവളുടെ കയ്യും പിടിച്ച് വലിച്ചുകൊണ്ട് നേരെ ചുരിദാർ സെക്ഷനിലേക്ക് പോയി. ഇവിടെ ഇപ്പോൾ എന്താ നടന്നതെന്ന് ആലോചിച്ച് അന്തം വിട്ട അവസ്ഥയിലായിരുന്നു കൺമണി. മുന്നിൽ നിൽക്കുന്ന സെയിൽസ് ഗേൾ മുന്തിയ ഇനം ചുരിദാറുകൾ കാശിയുടെ മുന്നിലേക്ക് വാരിയിട്ടു. എന്നാൽ അവൻ കൺമണിയുടെ നേരെ നോക്കി. അവനെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നവളുടെ മുന്നിൽ നിന്നും വിരൽ ഞൊടിച്ചു. ഇതൊക്കെ നീ ഇടുന്നതാണ്, അല്ലാതെ ഞാനിടുന്നതല്ല. ആവശ്യമുള്ളത് നോക്കിയെടുക്ക്. കൺമണി വേഗം തന്നെ കാശിയിൽ നിന്നും നോട്ടം മാറ്റി. എല്ലാം വില കൂടുതലാണ്, 3000-ന് മേലെ. അവൾ പ്രൈസ് ടാഗ് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ കാശിക്ക് കാര്യം മനസ്സിലായി. അവൻ തന്നെ 3-4 ജോഡി സെലക്ട് ചെയ്തു. ബില്ലും പേ ചെയ്ത് പാക്കറ്റ് വാങ്ങി അവളെ ഏൽപ്പിച്ചു. 1-2 സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവനൊന്ന് നിന്നു. കൺമണി എന്താന്നുള്ള ഭാവത്തിൽ അവനെ നോക്കി. അതെ, ഇതുമാത്രം മതിയോ? വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ പോയി വാങ്ങി വാ. വാലറ്റ് അവളുടെ നേർക്ക് നീട്ടി കാശി താഴേക്ക് പോയി. കൺമണി കണ്ണും തള്ളി നിന്നു. പിന്നെ സ്റ്റാഫിനോട് അണ്ടർ ഗാർമെൻറ്റ് സെക്ഷനെ ചോദിച്ചു മനസ്സിലാക്കി അതും കൂടി വാങ്ങി. തിരികെ ചെല്ലുമ്പോൾ കാശിയെ അവിടെയൊന്നും കണ്ടില്ല. പെട്ടെന്നാണ് 3-4 കോളേജ് പിള്ളേരാണെന്ന് തോന്നുന്ന ചെറുപ്പക്കാർ അവൾക്കടുത്തൂടെ നടന്നുപോയി. അതിലൊരാൾ പെട്ടെന്ന് കൺമണിയുടെ പിന്നിട്ടിരിക്കുന്ന മുടിയിലേക്ക് വലിച്ചു കടന്നുപോയി. അവൾക്ക് തല വേദനിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ വഷളം ചിരിയുമായി മുന്നിൽ വന്നു നിന്നു. ഈ മുടി വിഗ്ഗാണോ? അവളുടെ മുടിക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. കൺമണി വേഗം പിന്നിലേക്ക് നീങ്ങി. നോക്കട്ടെ. ഒരു കൂസലുമില്ലാതെ, അതൊരു പബ്ലിക് പ്ലേസ് ആണെന്ന് പോലും നോക്കാതെ അവളുടെ അടുത്തേക്ക് വരുന്നു. അതുവഴി വരുന്നവരും പോകുന്നവരും ഒക്കെ ഈ രംഗം കാണുന്നുണ്ടെങ്കിലും ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കൺമണിക്ക് അതാണ് അതിശയമായി തോന്നിയത്. അവളുടെ നേർക്ക് നീട്ടിയ അവൻ്റെ കൈ അവൾ ശക്തിയായി തട്ടിമാറ്റി. ആഹാ, കൊച്ചാള് കൊള്ളാമല്ലോ. എന്നാൽ പിന്നെ ഞാൻ ഇനി ഈ മുടി വിഗ്ഗാണോ എന്ന് നോക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. അവൻ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് കൺമണി പിന്നിലേക്ക് നീങ്ങി. അവൻ്റെ കൂട്ടുകാർക്കതൊരു കാണാൻ ഇമ്പമുള്ള കാഴ്ചയായിരുന്നു. അവളുടെ മുടിയിൽ അവൻ എത്തിപ്പിടുത്തമിട്ടതും അവൾ വലത് കൈവീശി അവൻ്റെ കവിളിൽ ആഞ്ഞടിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിയായതുകൊണ്ട് അവൻ പിന്നിലേക്ക് മറിഞ്ഞുപോയി. അപ്പോഴേക്കും ബാക്കിയുള്ളവർ കൂടി അവൻ്റെ അടുത്തേക്ക് വന്നതും കൺമണി നല്ലവണ്ണം ഭയന്നു. അവൾ വേഗം അവിടെ നിന്നും ഓടി സ്റ്റെപ്പിനടുത്തേക്ക് മാറി. പക്ഷേ അപ്പോഴേക്കും അവന്മാരും പിന്നാലെ എത്തി. കാശി ഒരു വേള പാർക്കിങ്ങിൽ ഉണ്ടാകുമോ എന്നോർത്ത് അവിടേക്ക് ഓടുമ്പോൾ പെട്ടെന്ന് മുന്നിൽ ആരെയോ ഇടിച്ചു നിന്നു. മുഖമുയർത്തി നോക്കുമ്പോഴാണ് കാശി അവളെ മാറ്റി നിർത്തി. അപ്പോഴേക്കും അവരും പിന്നാലെ എത്തി. എന്നെ കൈവീശി അടിച്ചിട്ട് അങ്ങനെ പോയാലോ? അടികൊണ്ടവൻ കവിളും തടവി മുന്നിലേക്ക് വന്നു. മുടിയിൽ പിടിച്ചതിനല്ലേ നീ എന്നെ തല്ലിയത്? ഇനി ഞാൻ പിടിക്കാൻ പോകുന്നത് അവളുടെ. കൺമണിയുടെ ചുണ്ടിന് നേരെ നീളുന്ന കയ്യിൽ കാശിയുടെ പിടി വീണു. ബ്രോ, നിങ്ങൾ ഈ സീനിലില്ല. പിന്നെന്തിനാ വെറുതെ നമ്മൾ തമ്മിൽ? അതല്ല, ഇവളെ കണ്ടിട്ടാണെങ്കിൽ ഞങ്ങൾ 4 പേരും കൂടി. ബ്രോയും കുടിക്കോ? 5 ഇവൾ. പറഞ്ഞു കഴിഞ്ഞില്ല. കാശിയുടെ ഒറ്റ പഞ്ചിൽ മുന്നിൽ നിന്നവൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒഴുകി. അവൻ നിലത്തേക്ക് വീണു. പിന്നിൽ നിന്നവൻ അത് കണ്ട് ഭയന്ന് മാറി. കൺമണി അവൻ്റെ മുഖത്തെ ദേഷ്യം നോക്കി നിന്നു. കാശി അവളുടെ കൈയും പിടിച്ച് വലിച്ച് നേരെ കാറിനടുത്തേക്ക് പോയി. ഫ്രണ്ട് ഡോർ തുറന്ന് അവളെ അകത്തേക്ക് തള്ളി. അവനും ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ മുന്നോട്ടെടുത്തു. കാറിലിരിക്കുമ്പോൾ കൺമണിക്ക് കാശിയെ നോക്കാൻ പേടിയായി. കുറച്ചു ദൂരം മുന്നിലേക്ക് ചെന്ന് കാർ ഇടതുവശം ചേർത്ത് നിർത്തി. കൺമണി എന്താണെന്നുള്ള ഭാവത്തിൽ കാശിയെ നോക്കുമ്പോൾ അവനും അവളുടെ മുഖത്തേക്ക് നോക്കി. എന്താ?
എന്തായിരുന്നു ഷോപ്പിംഗ് മാളിൽ? ഒട്ടും ഭയപ്പെടാതെ ദേഷ്യത്തോടു കൂടി അവൻ ചോദിച്ചു. അത് പിന്നെ വിൽക്കാതെ പറയുന്നുണ്ടോ? കാശിയുടെ ദേഷ്യം കണ്ടപ്പോൾ കൺമണിയുടെ വിടർന്ന കണ്ണുകൾ നിറഞ്ഞു, ഒന്നുകൂടി വികസിച്ചു. ഞാൻ ഷോപ്പിംഗ് മാളിൽ കാത്തു നിന്നപ്പോൾ അയാൾ എൻ്റെ മുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചു. എന്നിട്ട് പിന്നെയും പിന്നെയും അതുതന്നെ ചെയ്യാൻ നോക്കി. കൂട്ടിന് ഫ്രണ്ട്സിനെയും കൂടി വിളിച്ചപ്പോൾ എന്നെ എല്ലാവരും കൂടി, അതാണ് ഞാൻ തല്ലിയത്. പറച്ചിലിനോടൊപ്പം തന്നെ കരയുകയും കൂടി ചെയ്തു. കാശി ഒന്നും മിണ്ടാതെ കാർ മുന്നോട്ടെടുത്തു. അപ്പോൾ അത്രയും പാവമൊന്നുമല്ല, അവൻ മനസ്സിൽ പറഞ്ഞു പോയി. വീടെത്തും വരെ പിന്നെ തികഞ്ഞ മൗനമായിരുന്നു. വീട്ടിലെത്തിയതും കാറിൽ നിന്നിറങ്ങി നേരെ അമ്മയുടെ റൂമിലേക്ക് ഒരു ഓട്ടമായിരുന്നു. കാശി വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് അമ്മയെ കാണിക്കാനുള്ള തിടുക്കം. അമ്മയെയും ശേഖരമ്മാവനെയും എല്ലാം കാണിച്ചു. മോൾ ഇതെല്ലാം അലമാരയിൽ പോയി കൊണ്ട് ഭദ്രമായി സൂക്ഷിച്ചു വെക്ക്. പിന്നെ അവനൊരു പാവമാണ്. നീറുന്ന കുറച്ച് ഓർമ്മകളുണ്ട്. അത് പതിയെ പതിയെ മോള് വേണം മാറ്റിയെടുക്കാൻ. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ കേട്ടുകൊണ്ട് മിണ്ടാതെ നിൽക്കുന്ന ഈ സ്വഭാവം മാറ്റി ചുട്ട മറുപടി പറഞ്ഞു കൊടുക്കണം ആർക്കായാലും. പത്മ പറയുമ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് വാതിൽപ്പടിയിൽ കയ്യും കെട്ടി നിൽപ്പുണ്ട് കാശി. അമ്മയുടെ ഉപദേശത്തിൻ്റെ കുറവ് കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തന്നെ ഷോപ്പിംഗ് മാളിൽ വെച്ച് കണ്ട ഒരുത്തൻ്റെ ചെകിടടിച്ച് പൊട്ടിച്ചതേ ഉള്ളൂ. ചോദിച്ചു നോക്ക് ഝാൻസി റാണിയോട്, പറഞ്ഞുകൊണ്ട് അവൻ നേരെ മുറിയിലേക്ക് പോയി. അതെന്താണ് സംഭവം എന്ന മട്ടിൽ അമ്മയും ശേഖരമ്മാവനും കൂടി അവളുടെ മുഖത്തേക്ക് നോക്കി. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. വേൾഡ് ഓഫ് രുദ്ര രുദ്രപ്രിയ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെയും എൻ്റെ സ്റ്റോറികളാണ്.